ഇതാണ് നമ്മൾ അദ്ദുക്കും അതുപോലെ തന്നെ സഹധർമ്മിണി നഫീസ് അല്ലേ പേര്? ആ അമ്മച്ചിക്ക് വല്ലാതെ വയ്യാൻ തോന്നണ്, പ്രായമൊക്കെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ. ഈ വണ്ടിക്ക് ഡീസൽ വേണ്ട, പെട്രോൾ വേണ്ട, ഓയിൽ വേണ്ട, ഗിയർ മാറ്റണ്ട, ഒറ്റ ഗിയറിൽ പോയിക്കോളും. ഒരു ഗിയറിൽ തന്നെയാണ് പോകില്ലേ? ഗിയറിൽ പോയിക്കോളും. കുട്ടികൾക്ക് ആരോഗ്യമാണ്. ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾ മോനെ ഇത് കണ്ടോ വേഗം ഭക്ഷണം കഴിക്കും. മരുന്ന് ഇത് കാണിച്ചു കൊടുത്താൽ മതി, ഇത് കറക്കി കൊടുത്താൽ മതി. ഇങ്ങനെ കറക്കി കൊടുത്താൽ കുട്ടികൾ മരുന്ന് കഴിക്കും. കുട്ടികളുടെ ആരോഗ്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് അദ്ദുക്കാന്റെ എന്താ പറയാ ലീലാവിലാസങ്ങൾ എന്നൊക്കെ പറയല്ലേ. ഫ്രണ്ട്സ്, ബുള്ളറ്റ്മാനാണ്. വയനാട്ടിലുള്ള കേട്ടോ. വയനാട്ടില് വധൂരെ എന്താണ് സ്ഥലത്തിന്റെ പേര്? വരദൂര്. നമുക്ക് നിങ്ങൾ രണ്ടാളുകൾ, നവദമ്പതികൾ ഇങ്ങനെ കളിപ്പാട്ടൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മച്ചിക്ക് ചിരി വരുന്നുണ്ടല്ലേ, ഇങ്ങനെ കളിക്കണുണ്ടല്ലേ നിങ്ങള്. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റില് തോന്നിയിട്ടുണ്ടാവും, ചിലരൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മളെ അദ്ദുക്കയും ഭാര്യ നഫീസത്തുമാണ് നമ്മളെ കൂടെ ഉള്ളത്. ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ പാഴ്വസ്തുക്കളെ കൊണ്ടൊക്കെ കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക വാഹനങ്ങൾ, ഓട്ടോ മുതൽ ട്രാക്ടർ വരെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിൽപ്പന നടത്തുക ചെയ്യണതൊക്കെ ഇവിടെ വന്ന് അന്വേഷിച്ച് വാങ്ങാറുണ്ട്. ആളുകൾ വാങ്ങിപ്പോകൂലേ? അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ അദ്ദുക്കാനോട് ചോദിക്കാം നമുക്ക്. ഭാര്യ നിങ്ങളെ സഹായിക്കും? നിങ്ങൾ രണ്ടാളും എത്ര വർഷമായി തുടങ്ങിയിട്ടത്? 40 വർഷമായി. 40 വർഷമൊന്നുമല്ല, പിന്നെ മുകളിലായിട്ടുണ്ട്. പിന്നെ ജനങ്ങൾ എന്നെ പറയാൻ തുടങ്ങിയിട്ട് ചുരുങ്ങിയ ഒരു 3-4 കൊല്ലമായിട്ടുള്ളൂ അറിയാൻ തുടങ്ങിയിട്ടില്ലേ? അപ്പൊ അതിന് അന്ന് അതിന് പറയുന്നുണ്ട്, അന്നൊക്കെ ടെക്നോളജി അത്രത്തോളം വളർന്നിട്ടുണ്ടാവില്ല ഇല്ലേ? പക്ഷെ ഇന്നും ഒരു പഴയ രീതിയിലാണ്, പുരാതന രീതിയിലാണ് നിങ്ങളുടെ നിർമ്മാണങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ? അല്ല, അപ്പൊ അതൊക്കെ നിങ്ങൾ ഈ സാധനങ്ങൾ കൊടുത്താ ശേഖരിക്കുക ശരിക്കും റോഡ് സൈഡിൽ തന്നെ? നമ്മൾ ഈ കുപ്പികൾ ഇതൊക്കെ ബോട്ടിലൊക്കെ ഇപ്പൊ കടക്കാര് ഞാൻ ഇതിങ്ങനെ കളിപ്പാട്ടം ഉണ്ടാക്കുന്ന അറിഞ്ഞതിന് ശേഷം ഓരോരോ കടകളിലും അവര് ബോട്ടിൽ ഓരോ ചാക്കലാക്കിയിട്ടും ഓരോ പേസ്പോർട്ടിന്റെ ഇവിടെ എല്ലായിടത്തും അറിയാം നിങ്ങളെ ശരിക്കും. വരദൂർ തന്നെ നാട് ഏകദേശമൊക്കെ അറിയാം. എല്ലാവരും അറിയാം. ഏത് സ്ഥലത്ത് പോയാലും ആൾക്കാരെന്നെ, ഞാൻ അറിയില്ല, പക്ഷേ ആൾക്കാരെന്നെ. എങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നത് ശരിക്ക്? എനിക്ക് ഞാൻ ആദ്യം കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു 4 മണിയായോട് കൂടിയിട്ട് എനിക്കൊരു മകനുണ്ടായി. അവനിങ്ങനെ കരഞ്ഞ്. അന്ന് പ്ലാസ്റ്റിക് ഇല്ല. അത് ഞാൻ പറഞ്ഞു, ഞാനൊരു വണ്ടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പാട്ടയുടെ മൂടി കൊണ്ട് ഒരു ആനി അടിച്ചിട്ട്, ഒരു കോലം ഇങ്ങനെ ആനി അടിച്ച് കറുമ്പൊന്നും നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടാക്കണ അതേ ഇന്നത്തെ മക്കൾക്ക് അതൊന്നും അറിയില്ല. അങ്ങനെ ഒരു കോലും ഒരു ആണിയൊക്കെ അടിച്ച് ഇങ്ങനെ കറങ്ങുമെന്ന് നോക്കിയപ്പോൾ ചെറിയ കുട്ടിയല്ലേ, അവനൊരു കോലെടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് വെച്ചപ്പോൾ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞ്. അപ്പൊ ഞാൻ അത് കോലെടുത്തിട്ട് ഞാനൊന്ന് വച്ച നോക്കുമ്പോൾ അത് കറങ്ങുന്ന രൂപത്തിലായി. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇതിങ്ങനെ എന്തെങ്കിലും പിക്ക് ചെയ്താൽ എന്തെങ്കിലും ഉപയോഗിക്കാം. മില്ലുണ്ടായി. ആ മില്ലിൽ പോയി പൈസ കൊടുത്തില്ല. മില്ലേരെ അറിയണോണ്ട് ഒരു 4-5 പല കഷ്ണവും 5-10 കോലും കൊടുത്തിട്ട് പോയി. എത്ര വർഷമായിണ്ടാവും അത്? അത് ഒരു 60-65 കൊല്ലത്തിന് മുകളിൽ. അന്ന് ഇവിടെ തന്നെ താമസം? ഇവിടെ തന്നെ ഇല്ല, ഞാൻ ആലുവയിലോ? ആലുവയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാ? അതെ, 65 വർഷമായി. അതെ 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 അതെ. അപ്പൊ ഞാൻ ചോദിക്കണം അതല്ല, ഇപ്പൊ നിങ്ങൾ ഈ പിന്നെ ലോറി ഇതൊക്കെ ഉണ്ടാക്കാനില്ലേ, നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് വേണ്ടേ ശരിക്ക്? അത് ഒന്നുമില്ല, ഞാൻ സ്വയം പഠിച്ചതാണ്. സ്വയമായിട്ട്. അത് രാത്രി ഇപ്പൊ എന്തെങ്കിലും ഒരു പണി എടുക്കണോ തോന്നിക്കഴിഞ്ഞാൽ രാത്രി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കും, അതെങ്ങനെ ചെയ്യണം, ഏത് വ്യക്തി ചെയ്യണം എന്ന് ഞാൻ ചിന്തിച്ച് അങ്ങനെയാണ് ഇത് രാവിലെ നോക്കും. ഞാൻ രാവിലെ നോക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവില്ല, ചിലപ്പോൾ ശരിയാവും. അങ്ങനെ ആയിട്ടാണ് ഇത് ഞാൻ തുടങ്ങിയത് തന്നെ. ഇപ്പോൾ ലോറിയാണ്. ഇപ്പോൾ ലോറി ഇത് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്നും ശരിയാവുന്നില്ല. അപ്പം ഇങ്ങനെ ഗിയർ നോക്കുമ്പോൾ ഈ ബോഡി പൊങ്ങി. എവിടെ ഗിയറൊക്കെ വരുന്നുണ്ട്? ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് പൊങ്ങും. ഇപ്പം ഈ ഡോറ് സ്വയം തുറയുകയും ചെയ്യും. ബാക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കല്ലോ മണ്ണ് എന്തെങ്കിലും ആക്കി കഴിഞ്ഞാലേ
ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലോറി തുറന്ന് പോകും. ഒന്ന് പൊന്തിച്ചാണ് നോക്കട്ടെ. ഇതിപ്പോ ലോഡ് കയറ്റുന്ന ലോഡ് കയറ്റി. ആ ആ ആ ആ ആ അതവിടെ തങ്ങി നിൽക്കുകയാണ്. ആ ആ അതെ. ആ കല്ലും മണ്ണൊക്കെ കല്ലും മണ്ണൊക്കെ അതല്ല അത് വെയിറ്റ് ഇല്ലാത്തതായിട്ടാണ്. നോക്കി മക്കളെ നിങ്ങള് പിന്നെ അതുക്കാൻ്റെ ഈ 83ാമത്തെ വയസ്സിലും ഇങ്ങനെ ഓരോരോ കരകൗശല വസ്തുക്കള് നമ്മളെ ചെറുപ്പകാലത്തൊക്കെ മക്കളൊക്കെ കളിച്ചാൻ ഉപയോഗിച്ചതിനാണ് ശരിക്ക്. ഇത് എത്ര ദിവസം എടുക്കും ശരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇപ്പൊ ഒരു വാഹനമൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ? ഇതിമേ ചിത്രം വരെയൊക്കെ ആരാണ്? എല്ലാം ഞാൻ തന്നെയാണ്. അതെ, ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് ശരിക്കില്ലേ. അതുപോലെ ട്രാക്ടറും പൊന്തണ തന്നെ. ആ ട്രാക്ടറും പൊന്തു. എങ്ങനെ? അത് ഒരു കമ്പി ഉണ്ട് അവിടെ. എവിടെ? ബാക്കിൽ. ഇത് ട്രാക്ടർ ഇതേപോലെ ഇത് കെട്ടി ഇതിങ്ങനെ വെക്കാം. ഇതിന്റെ മുകളിൽ വേറെ ഒരു സാധനമുണ്ട്, പുഴു എന്ന് പറയും, നിലം പൂട്ടാൻ പറ്റും. അതാണ് ഇപ്പൊ ലോഡ് വലിക്കാനും ഉപയോഗിക്കാം, നിലം ഉഴുതാനും ഉപയോഗിക്കാം അല്ലേ? എന്താണ് മക്കളെ, ഒഴിവ് സമയങ്ങളിലൊക്കെ ഇങ്ങനെ ചെലവഴിക്കണതാന്ന് തോന്നണല്ലേ? നില ഒഴുതി കൊണ്ടുപോലെ ഇതിങ്ങനെ ഇതാക്കി നില ഒഴിവുണ്ടിരിക്കുക. വേണ്ടെങ്കിൽ നമുക്ക് ഇത് പിടിച്ച് ഇങ്ങനെ പൊക്കി വെക്കാം. റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോഴേ, റോട്ടിൽ കൂടി പോകുമ്പോൾ ഇതിങ്ങനെ പൊക്കി വെക്കാം. അതെ. ഇതിന് എന്താ നമുക്ക് ഇതിനൊക്കെ എന്താ ഉപയോഗിച്ചിട്ടുള്ളത്? ഇതിന് കുപ്പി, ബോള്, പിന്നെ കമ്പി മരം, അവർ ഇങ്ങനെ തിരിയും. വീട് തിരിഞ്ഞതിനനുസരിച്ച് മുകളിലും തിരിയും. അതിന് വേറെ പല്ല് കാര്യങ്ങളൊന്നുമില്ല, ഒന്നും വേണ്ടല്ലോ. എഞ്ചിനീയർ പണിയാണെങ്കിൽ ഇതിന് മുകളിൽ കറങ്ങണമെങ്കിൽ പൽചക്രം വേണം. പൽചക്രം ഇല്ല. അതെ 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 അതെ. പൽചക്രം ഇല്ലാതെ കളഞ്ഞു. അതിനാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. അതെല്ലേ, പൽചക്രം ഇല്ലാത്ത കറങ്ങണമുണ്ട്. അവാർഡുകളൊക്കെ തന്നിട്ടുണ്ടല്ലേ? അവാർഡ് അത് വരാണ്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് കാണിക്കാം. പിന്നെ അതുപോലെ ഇതിനൊക്കെ സമയം എടുക്കുന്നുണ്ടോ? സമയം എടുക്കും. സാവധാനം ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക ശരിക്കും കൊണ്ടുപോയിട്ട്? ഇത് കൊണ്ടുപോയിട്ട് ടൗണുകളിൽ കച്ചവടം. എങ്ങനെ? ടൗണുകളിൽ ഞാനൊരു 8-10 ഒരു കെട്ട് ആക്കിയിട്ട് ഞാൻ ചുമലിൽ ഇങ്ങനെ വയ്ക്കും. ചുമരിൽ ഒരെണ്ണം ഞാനിങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകും. ഏത് ഇത് ജനങ്ങൾ കാണും ചെയ്യൂലേ? ഇങ്ങനെ ഉരുട്ടിന് പോകുമ്പോൾ ഇതിങ്ങനെ ഉരുട്ടിന് പോകും. ഉരുട്ടിന് പോകുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും. പിന്നെ കാറ്, ലോറി, ബസ്സില്ല, കാറ്, ലോറി, പിന്നെ ഈ ടൂറിസ്റ്റ് പോകുന്ന ബസ്സുകാരില്ലേ, അവരൊക്കെ ഇറങ്ങിയിട്ട് എന്നോട് വാങ്ങിയിട്ടുണ്ടല്ലേ? നല്ല റേറ്റിന് അത് കൊടുക്കണതൊക്കെ? ഇല്ല, അത് 200 രൂപ. 200 രൂപ റേറ്റിനാണ് കൊടുക്കണത്. അതല്ലേ? 200 രൂപ ചെറിയ സാധനങ്ങൾ. പക്ഷേ നിങ്ങൾ 200 രൂപ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. കാരണം ഇത്രയും ദിവസം എടുത്തിട്ടാണ്. കാരണം ഈ ഒരു പൂമ്പാറ്റയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതിനൊക്കെ ഈ പൂമ്പാറ്റ എങ്ങനെ ആവാനുണ്ടായിട്ടുള്ള മൈൻഡ് ഇടുന്ന വരില്ലേ? അതെ, പൂമ്പാറ്റ ഈ ചെടിയുടെ മുമ്പ് വന്നിട്ട് ഇങ്ങനെ തേൻ കുടിക്കുന്നുണ്ട്. തേൻ കുടിക്കുന്ന സമയത്ത് ഞാനിവിടെ പണന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നിട്ട് ഇതിങ്ങനെ തേൻ കുടിക്കുന്നുണ്ട്. അപ്പം ഞാനിത് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് ഇറക്കാക്കി വേഗം ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എന്നെ ഭാര്യ ചോദിച്ചു, അത് ഏതെങ്കിലും പോയിക്കോട്ടെ, എന്തിനാ അതിൻ്റെ പുറകെ പോകുന്നത്, എനിക്ക് വേറെ പണി കിട്ടുകയും ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതുകൊണ്ട് വേറെ പണിയില്ല, അതിനാണ് പോയിക്കോട്ടെ, അതിനെ പിടിക്കേണ്ടായിട്ടെന്ന് പറഞ്ഞു. ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അതിലൊരു കടലാസിൽ അതിലൊരു ഫോട്ടോ വരച്ച് മരത്തുമ്മ ആ ഫോട്ടോ വരച്ച് കഴിഞ്ഞിട്ട് ഒരു ചിറകുണ്ടാക്കി, അടുത്ത ചിറകുണ്ടാക്കി. അപ്പോൾ നോക്കുമ്പോൾ വിചാരം ഇല്ലാതെ അപ്പോൾ നോക്കുമ്പോൾ പൂമ്പാറ്റ തേൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ചെറുങ്ങനെ ഇട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിയാക്കി നോക്കുമ്പോൾ എങ്ങനെയാണ് ചിറകടിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ രാത്രി കിടന്ന നേരത്ത് ഉറക്കം കുറവാണ്. കിടന്നു കഴിഞ്ഞപ്പോൾ ഏത് വിധത്തിൽ വേണോ ചിറകടിക്കാനുള്ള ഇതായി. പിന്നെ 2 ദിവസം ഞാൻ പകൽ ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് ഇതിന്റെ ചിന്താഗതിയാണ് ചിറകടിക്കട്ടെ. അതുപോലെ എന്താ പഴയ എന്താ ലാമ്പേ ആള് കയറണാണ്, ആള് കയറാൻ തലയായി, ആള് കയറുന്ന ഓട്ടോ, ചിത്രം വരെ ഉണ്ട് കേട്ടോ. അതൊക്കെ കയറാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലേ, ഡോറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പിന്നെ കണ്ടതിലൊക്കെ വളരെ സന്തോഷം കേട്ടോ. ഇൻഷാ അല്ലാഹ് കാണാം. ജോലിയിലൊക്കെ ഒരുപാട് ബർക്കത്ത് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ദീർഘായുസ്സും പിന്നെ എന്താ പറയുക പൂർണ്ണ ആരോഗ്യമൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ.
വളരെയധികം സന്തോഷം കേട്ടോ.